ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കത് മാവ് ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് നമുക്ക് ആവശ്യം 1 കപ്പ് പച്ചരിയാണ്. അത് നമുക്ക് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയിട്ട് മിനിമം 2 മണിക്കൂറെങ്കിലും നമുക്ക് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിൽ കൂടുതൽ 4 മണിക്കൂർ കുതിർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മിനിമം 2 മണിക്കൂറെങ്കിലും കുതിർത്ത ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഏത് കപ്പിലാണോ നമ്മൾ അരി എടുത്തത് അതിൽ 1/2 കപ്പ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് കുറച്ച് കുറഞ്ഞാലും വിരോധമൊന്നുമില്ല. പിന്നെ നമ്മളതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തിട്ട് നമുക്ക് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ നൈസായിട്ട് വേണം അരച്ചെടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. നമുക്കിത് അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് മാവ് പൊടിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെയും നമ്മളതിലേക്ക് 2.5 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ 3 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് 1 കപ്പ് അരിക്ക്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. നല്ല നേർത്ത വെള്ളം പോലെയുള്ള മാവായിരിക്കണം. അപ്പോൾ മാവ് നമുക്ക് റെഡിയായി. ഒരു തവ ചൂടാക്കിയിട്ട് നമുക്കതിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്കത് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല വെളുത്ത തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കാം. തുടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എണ്ണ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മാവ് ഇതുപോലെ നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ തവ കൊണ്ട് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ റവ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഇത് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ നീർദോശ റെഡിയായി. നമ്മൾ തവയിൽ നിന്നും ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് നോൺ സ്റ്റിക്കാണ് ഇത് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾ ഇരുമ്പിൻ്റെ ദോശക്കല്ല് ഉപയോഗിക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ നല്ല പോലെ വരും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മഞ്ഞ് പോലെയുള്ള ദോശയാണിത്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് തൊട്ട് കൂട്ടാനായിട്ട് ഒരു ചട്നിയും കൂടെ ഞാൻ ഇതിൽ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് തേങ്ങാ ചട്നിയുടെ കൂടെയും വെറും തേങ്ങാ ചട്നിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ നിലക്കടല അത് ചേർത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത് കൂടെ തന്നെ നമ്മൾ പൊട്ടുകടലയും കൂടെ കുറച്ച് ചേർക്കേണ്ടതുണ്ട്. ഇതൊന്ന് വറുന്നതിന് ശേഷം നമുക്ക് പൊട്ടുകടലയും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് പച്ചമുളക് 2-3 നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് കളർ മാറി വന്നു. അപ്പോൾ നമുക്കതിലേക്ക് പൊട്ടുകടലയും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും 3-4 ഇതിൽ കറിവേപ്പിലയും പിന്നെ പച്ചമുളക് 2 കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ നുള്ള് പുളിയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് തേങ്ങയും ചേർത്തിട്ട് തേങ്ങ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാൻ. അതും ചേർത്ത് നല്ല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വെള്ളമായിട്ടുള്ളൊരു ചട്നിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് അത് കൂട്ടാൻ നല്ലൊരു സ്വാദായിരിക്കും. അപ്പോൾ അതിലേക്ക് അത് അരച്ച് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് താളിപ്പ് കടുക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് ആ ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ചട്നിയും റെഡിയായി. അപ്പോൾ ഈ നീർദോശയും ഈ ചട്നിയും കൂടി കഴിക്കാൻ നല്ല സ്വാദാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.